തൃശൂരിൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പുറംപോക്കിലെ കട പൊളിച്ചതിൽ വിവാദം. തിരൂർ ആട്ടൂർ BMBC റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പുറംപോക്കിലെ കയ്യേറ്റം ഒഴിപ്പിച്ചത്. എന്നാൽ വടക്കാഞ്ചേരി MLA രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ തന്റെ കട പൊളിക്കുകയായിരുന്നു എന്നാണ് ജോമോൻ കൊള്ളന്നൂരിന്റെ പരാതി. വിവരങ്ങളുമായി MS ലിഷോയ് ചേർന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇത് രാഷ്ട്രീയ വൈരാഗ്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ കട ഉണ്ടായിരുന്നത് പുറംപോക്കിലല്ലേ? പുറംപോക്കിൽ അനധികൃതമായി നിർമ്മിച്ചതാണ് എങ്കിൽ അത് പൊളിച്ചു നീക്കുന്ന നടപടി രാഷ്ട്രീയ ഭേദമന്യേ ചെയ്യേണ്ടതുമല്ലേ? ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് പറയാൻ കാരണം? ഈ പുറംപോക്കിലുള്ള മറ്റാരുടെയെങ്കിലും കട പൊളിക്കാതിരുന്നിട്ടുണ്ടോ? മൊത്തി അത് തന്നെയാണ് ഇവിടെ ഇവർ ഉന്നയിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത്. ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾ പൊളിക്കാനായുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇതിൽ പറയുന്ന ഒരു അനീതി എന്ന് പറയുന്നത്, ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അനീതി എന്ന് പറയുന്നത് ഒരു ആളുടെ മാത്രം ഇടം പൊളിച്ചു നീക്കുക. അതായത് ഈ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഈ ജോമോൻ്റെ സ്ഥലം മാത്രം, അവിടെ ഉണ്ടായിരുന്ന കടയുടെ മുൻഭാഗം മാത്രം പൊളിച്ചു നീക്കുക. എന്നാൽ തൊട്ട് മുൻപും ശേഷവും ഉള്ള ഇടത്തെ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റ് കയ്യേറ്റങ്ങളൊക്കെ തന്നെ പൊളിക്കാതെ നിൽക്കുക. അതാണ് ഇവിടുത്തെ ഒരു അനീതിയായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നുണ്ട്. അതായത് നേരത്തെ ഇവിടെ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ അനധികൃത കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. MLA നേതൃത്വത്തിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എതിർക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതൊക്കെ തന്നെ ഇതിനൊരു കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇന്നലെ ഇവിടെ ഈ കയ്യേറ്റം പൊളിക്കൽ നടപടി നടന്നിട്ടുള്ളത് ഇവിടെ മാത്രമാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായി ജോമോൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ജോമോൻ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം? ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം പുറമ്പോക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമായിരിക്കണം. ഇത് ആട്ടൂർ സെൻട്രൽ മുതൽ തിരൂർ വരെയുള്ള റോഡ് വികസനമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആട്ടൂർ സെൻട്രലിലെ MLA പണിയുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ നിലവിൽ പുറമ്പോക്കുണ്ട്. അതിൻ്റെ സ്കെച്ച് പ്രകാരം 9 മീറ്റർ റോഡിന് വീതിയുണ്ട്. ഇത് വില്ലേജ് സ്കെച്ചാണ്. ഈ സ്കെച്ച് പ്രകാരമുള്ള പുറമ്പോക്ക് അവിടെ എടുത്തിട്ടില്ല. അവിടെ എടുക്കാണ്ട് എന്നെ മാത്രം വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യാണ്. ഇതിന് തൊട്ട് മുമ്പോ ശേഷമോ എവിടെയെങ്കിലും പൊളിച്ചിട്ടുണ്ട്? ഇവരാരും പൊളിച്ചിട്ടില്ല. ആകെ ഒരു മതിൽ മാത്രമാണ് ഇവർ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു മതിൽ മാത്രമാണ് JCB കൊണ്ട് തട്ടിയത്. ബാക്കിയുള്ള ആളുകളോട് മുഴുവൻ 7 ദിവസം സമയം കൊടുത്ത് നിങ്ങളുടെ സമയപ്രകാരം നിങ്ങളോട് പൊളിച്ചോളാൻ പറഞ്ഞു. എൻ്റെ അവിടെ മാത്രം JCB കൊണ്ടുവന്ന് ഇന്നലെ ഓൾറെഡി ഞാൻ 17-ാം തീയതി RDOൻ്റെ അവിടെ അപ്പീൽ കൊടുത്തിട്ടുള്ളതാണ്. 19-ാം തീയതി 11 മണിക്ക് ഇന്ന് ഹിയറിംഗ് വെച്ചിട്ടുള്ളതാണ്. ആ സമയം പോലും കാക്കാനുള്ള ഒരു സമയം ഇവർ കാത്തില്ല. അതിനിടെ കൂടെയാണ് ഈ JCB കൊണ്ടുവന്ന് എനിക്ക് ആകെയുള്ള ഉപജീവനമാർഗ്ഗമാണ് ഈ പീടിക. എൻ്റെ ഫാദറിൻ്റെ കാലം തൊട്ടുള്ള പീടികയാണ്. നിലവിൽ ലൈസൻസ് ഉണ്ട്, ടാക്സ് അടയ്ക്കുന്നുണ്ട്, വില്ലേജ് ടാക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ അങ്ങനെ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഈ പുറമ്പോക്ക് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നുള്ളൂ. ബാക്കിയൊക്കെ ഓൾറെഡി എൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത്. അത് വ്യക്തിവൈരാഗ്യമായിട്ട് MLA ഒറ്റ വാശിയുമാണ്. പറഞ്ഞ ആട്ടൂർ സെൻറ്ററിൽ 30 ലക്ഷം രൂപയ്ക്ക് MLA സേവാർ ചിറ്റിലപ്പള്ളി നടത്തുന്ന ഒരു കൾച്ചറൽ സെൻറ്ററും വനിതാ ക്യാൻറ്റീനും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിയുന്നുണ്ട്. അത് തുടക്കം മുതലേ ഞാൻ അതിനെതിരെ പരാതി കൊടുത്ത ആളാണ്. പരാതി കൊടുത്തിട്ടും ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടും യാതൊരുവിധ നടപടികളും ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടില്ല. ആടിനെ പട്ടിയാക്കുന്ന പോലെയുള്ള മറുപടികളാണ് എല്ലാ പരാതികൾക്കും നമുക്ക് തിരിച്ചു തരുന്നത്. വിവരാശം വെച്ചിട്ട് പോലും അതിന് യാതൊരുവിധ രേഖകളില്ല. ആ രേഖയില്ലാണ്ട് കോളേജ് പഞ്ചായത്തിലെ സാധാരണക്കാരനൊരു നിയമം